ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം അല്ലേ. ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇത് നമ്മൾ അരിയൊക്കെ ഒന്ന് പാത്രത്തിലിട്ട് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കണം. കവറിൽ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനത് എടുത്ത് വെക്കാൻ മറന്നുപോയി. സാധാരണ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിലേക്ക് കവറോടൊക്കെ ഇറക്കി വെക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ അത് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് നമ്മൾ ആ പാത്രത്തേക്ക് കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കവറോടൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞു. പിന്നെ ഇന്നലെ കുറച്ച് അരിനെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന് വേണ്ടിയിട്ട്. തിളപ്പിച്ചാറി നന്നായിട്ട് ആറിയതിന് ശേഷം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ അത് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് സുർക്കയും ഉപ്പും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സുർക്കയിൽ മാത്രം ഇട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ അത് അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് വെള്ളത്തിൽ ആണ് ഇട്ട് വയ്ക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് 4-5 പച്ചമുളകും കൂടെ ഒക്കെ ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാന്താരി മുളക് പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ല. പച്ചക്കറി കൊണ്ടുവന്ന കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എരുണ്ടോ എന്താണെന്ന് അറിയില്ല. ഇനി അതവിടെ കിടന്ന് ആവട്ടെ കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ കുറച്ചധികം നെല്ലിക്കയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അതിങ്ങനെ അവിടേക്കും ഇവിടേക്കും ഇങ്ങനെ ഇട്ടിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട്. കുറച്ചധികം നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടപ്പോൾ അതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് വേഗം ഈ ഒരു ചെമ്പിലേക്ക് എടുത്തിട്ട് നമുക്ക് ശരിക്ക് കഴുകി എടുക്കാൻ വേണ്ടിയിട്ടേ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പൂസാണ് നേരത്തെ അത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. കവറിൽ നിന്നൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവൻ കവറിൽ നിന്ന് എടുത്തിട്ട് കഴുകാനുള്ള പാത്രത്തിലൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും അവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കുന്ന ഒരു ടൈമിൽ അവൻ കണ്ടില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഇത് വന്നിട്ട് ചെയ്ത് തന്നത് കേട്ടോ. പിന്നെ ഇതിൽ നിന്നൊക്കെ അവന് പെറുക്കിയിട്ട് തന്നു കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് പെറുക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും അവന് ഭക്ഷണം വേണം വിശക്കണമെന്ന് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേഗം അതവിടെ നിർത്തിയിട്ട് കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവർ കഴിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ആ ഒരു ടൈമിലാണ് കൊടുക്കുന്നത് വെച്ചാൽ കുറച്ചധികം കഴിച്ചോളൂ കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവൻ ചോദിച്ച ആ ഒരു ടൈമിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എന്താ പറയുക വലിയ നെല്ലിക്ക ഉണ്ടല്ലോ, വലിയ നെല്ലിക്ക മാത്രം എടുത്തിട്ട് അതൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയ സമയത്ത് അത് ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ പിന്നെ വീണ്ടും ഒന്നും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. ഇന്ന് നോക്കൂ, മത്തൻകുരു ആണ് കേട്ടോ. ഇത് പണ്ട് മത്തൻകുരുവൊക്കെ വറുത്ത് കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ മത്തൻ വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല മൂത്ത മത്തനൊന്നും ചിലപ്പോൾ കിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്കങ്ങനെ വിത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രയാസമാണ് കേട്ടോ. നല്ല വലിയ മത്തനും മൂത്ത മത്തനൊക്കെയാണ് വാങ്ങണത് വെച്ചാൽ ഇങ്ങനെ അതിൻ്റെ കുരുവൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത് പണ്ട് മുതൽക്കേ ഉള്ളൊരു സംഭവം തന്നെയാണ്. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് മത്തൻ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു ടൈമിൽ നല്ലോണം വിത്ത് കിട്ടുമായിരുന്നു കേട്ടോ. നമ്മൾ ഇളയ മത്തൻ അങ്ങനെ ഉപയോഗിക്കില്ല. മൂക്കാത്ത മത്തൻ അങ്ങനെ കറി വെക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല മൂത്ത മത്തൻ തന്നെയാണ് എടുക്കാറുണ്ടായിരുന്നത് കറി വെക്കാനായാലും. നമ്മൾ വിത്തിനൊക്കെ മാറ്റി വെക്കുന്ന വലിയ മത്തൻ ഉണ്ടാവില്ല, തോടൊക്കെ നല്ല ഉറപ്പോട് കൂടിയിട്ടുണ്ടായിരുന്ന ഒരു മത്തല്ലേ, ആ ഒരു മത്തൻ തന്നെയാണ് നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കാറുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല പൊടിയൊക്കെ ഉണ്ടായിരിക്കും ആ മത്തന് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കുരുവൊക്കെ എടുത്തിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഉണക്കിയെടുക്കും. അതുപോലെ അരിമണിയും ഈ ഒരു മത്തൻ കുരുവും കൂടെ കൂട്ടിയിട്ട് വറുത്തിട്ട്
ഉപ്പൊക്കെ തിരുമ്മിയിട്ട് വറുത്തെടുത്തിട്ട് കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ മത്തൻ കുരുവിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്ന് ഞാനിത് കഴിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ എന്താ പറയുക ഗുണങ്ങളും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. അന്ന് എന്താ ഇതുപോലെ യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ എന്തൊരു കാര്യം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ യൂട്യൂബിലുണ്ടായിരിക്കും. അപ്പോൾ ഈ വിത്തിൻ്റെ കാര്യമൊക്കെ യൂട്യൂബിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡോക്ടേഴ്സ് സംസാരിക്കണതൊക്കെ. അപ്പോൾ പണ്ട് മുതലേ ഇതൊക്കെ ഉള്ളൊരു സംഭവം തന്നെയാണല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു കേട്ടോ. അന്നിപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കഴിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ. പക്ഷേ ഇപ്പോഴാണ് ഇതൊന്നും അങ്ങനെ കിട്ടാതിരിക്കണത്. അതുപോലെ തന്നെ ഈ മത്തൻ കുരുവൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൂത്തത്ര കുരുവൊന്നും കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അവിയലിലേക്ക് ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു അവിയൽ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങൾ മാത്രമായിട്ട് ഒരു പാക്കായിട്ട് കിട്ടുമല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ സാമ്പാർ വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ അതൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. ഇവിടെ സാമ്പാർ വെക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ണങ്ങൾ വാങ്ങും, അവിയൽ വെക്കാനാണെന്നുണ്ടെങ്കിൽ കുറേ കഷ്ണങ്ങൾ വാങ്ങും, അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ 50 രൂപയ്ക്ക് എങ്ങാണ്ടാ തോന്നുന്നു കേട്ടോ. അവിയൽ വെക്കാനുള്ള സാധനങ്ങൾ ഇതുവരെ അങ്ങനെ ഒന്നിച്ചുള്ളത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഇവിടെ ഇതുവരെ. പക്ഷേ ഇത് സാമ്പാർ വെക്കുന്ന ആ ഒരു കഷ്ണം ഉണ്ടല്ലോ, അതാണ് ഇങ്ങനെ 50 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇതിലെന്തൊക്കെയാണ് കഷ്ണം ഉള്ളതെന്ന് അറിയോ? ഒരു മുള്ളങ്കി വരത്തൊരു സാധനം ഉണ്ട് കേട്ടോ, വെള്ള, നമ്മുടെ മധുരക്കിഴങ്ങില്ലേ അതിൻ്റെ വെള്ള, പിന്നെ അതുപോലെ വഴുതനങ്ങ, പിന്നെ എന്താണ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. നമ്മൾ സാധാരണ സാമ്പാർ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ മുരിങ്ങാക്കായും വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും തക്കാളി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ ഞങ്ങളൊക്കെ ഇവിടെ സാമ്പാർ വെക്കാറുള്ളത് കേട്ടോ. പക്ഷേ ഈ സാമ്പാറിൻ്റെ കഷ്ണം എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുള്ളത് കുമ്പളങ്ങ ഉണ്ടായിരുന്നു, വഴുതനങ്ങ ഉണ്ടായിരുന്നു, വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ, വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കഷ്ണങ്ങളാണ് ഇവിടെ ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് വെച്ചിട്ട് ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്നതിന് പകരം കായ ഉണ്ടായിരുന്നു കേട്ടോ, ക്യാരറ്റും ഉണ്ടായിരുന്നു, കായ ഉണ്ടായിരുന്നു. കുറച്ച് കഷ്ണങ്ങൾ അങ്ങോട്ട് വെച്ചിട്ട് അത് സാമ്പാറിനുള്ള കഷ്ണങ്ങളാണെന്ന് പറഞ്ഞതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും അത് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കില്ല. അതുകൊണ്ട് അല്ലാത്ത രീതിയിൽ ഞാനതിന്ന് ഓരോ കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ട് അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനെ അതിനനുസരിച്ച് കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളരിക്ക എടുത്തിട്ടാണ് നമ്മളിന്ന് മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളരിക്കൊക്കെ നല്ല തോല് കളഞ്ഞിട്ട് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അത് എടുത്തിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ കായയും ക്യാരറ്റും കയ്പ്പങ്ങ ഉണ്ടായിരുന്നു സാമ്പാർ കഷ്ണത്തിൽ കേട്ടോ. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അരിഞ്ഞു വെച്ചു. കായയും കയ്പ്പയും പയറും ഇങ്ങനെ ഈ 3 കഷ്ണങ്ങളും കൂടെ അരിഞ്ഞ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേതാണ് ഈ കാണുന്നത് കേട്ടോ. അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് പിറ്റേ ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ 8 മണിയൊക്കെ ആയപ്പോഴേക്ക് നമ്മളെ അടുക്കളയിലുള്ള കംപ്ലീറ്റ് പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ പണികളൊന്നുമില്ല, പക്ഷേ എന്നാലും നമ്മളുടെ പണികൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു 8 മണിയൊക്കെ ആയപ്പോഴേക്ക് കേട്ടോ. നേരത്തെ നീറ്റു എന്ന് പറഞ്ഞാൽ 6:15 നീറ്റത് കേട്ടോ. അതിപ്പോൾ എത്ര നേരത്തെയാണെന്ന് വിചാരിച്ചാലും കളിയൊക്കെ ഒന്നും വേണ്ട കേട്ടോ. ഇതാണോ ഇത്ര വലിയ നേരത്തെ എന്ന് ചോദിക്കണ്ട. നമുക്കതിൻ്റെ നേരത്തെ നീക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര നേരത്തെ നീക്കാറൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ 3 കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ കയ്പ്പങ്ങയുടെ കയ്പ്പ് അറിയാതെ നമുക്ക് അങ്ങോട്ട് കഴിക്കുകയും ചെയ്യാം. ഇഷ്ടമില്ലാത്തവരും അങ്ങോട്ട് കഴിച്ചോളൂ കേട്ടോ. ഇനിയിപ്പോൾ കയ്പ്പങ്ങയുടെ കഷ്ണം അതിൽ നിന്ന് മാറ്റിയാലും അതിൻ്റെ ഗുണങ്ങൾ മറ്റുള്ളവർക്കൊക്കെ എത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെള്ളരിക്ക എടുത്തു എന്നുള്ളത്. പണ്ടും ഇതുപോലെ ഒരു നൊസ്റ്റാൾജി ഉണ്ട് കേട്ടോ നമുക്ക് വെള്ളരിക്കയ്ക്ക്. ഇതേപോലെ കൃഷി ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മൾ വെള്ളരിക്കയാണ് ഉണ്ടാക്കണത് എന്ന് വെച്ചാൽ വെള്ളരിക്കേൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളതിന് കുടൽ എന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ അത് കുരു കളഞ്ഞിട്ട് അതിൻ്റെ വേറെ കുറച്ച് പോർഷൻസ് ഉണ്ടാവില്ലേ, അതിൽ കുരു മാറ്റിയിട്ട് ആ കുരു മാറ്റിയിട്ടുള്ള പോർഷൻസ് നമ്മൾ കഴിക്കാറുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത് കഴിക്കാൻ കേട്ടോ. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണ വെള്ളരിക്കയുടെ ഉള്ളിലുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഒരു എത്ര വർഷമായി, 10-15 വർഷമായിട്ടോ ആ ഒരു ടൈമിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തേത് നമുക്കതുപോലെ
ഓറഞ്ച് കളറുള്ള വെള്ളരിക്ക കിട്ടില്ല. എങ്ങനെ നോക്കിയാലും വെള്ളരിക്ക പച്ച കളറുള്ള വെള്ളരിക്കയാണ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഒന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് വളമിട്ട് ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങളായതുകൊണ്ട് തന്നെ തീരെ ടേസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ്. നമുക്ക് കഴിക്കാനും പറ്റില്ല കേട്ടോ. പണ്ടൊന്നും പ്രശ്നമില്ലാതെ കഴിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ അത് കഴിക്കാൻ കൂടെ പറ്റില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ അത് കഴിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല എന്നുള്ളത്. ഇപ്പോൾ അതിൽ മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചുണ്ടാക്കണതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ നൊസ്റ്റാൾജി എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മൾ മത്തൻ്റെ ഉള്ളിലുള്ള കുരു എടുത്ത് കഴിക്കും. അതുപോലെ വെള്ളരിക്കയുടെ ഉള്ളിലുള്ള ഇത് പച്ചക്ക് കഴിക്കുമായിരുന്നു. കുരു മാറ്റിയിട്ട് ബാക്കിയുള്ള സംഭവം പച്ചക്ക് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുറച്ച് വെള്ളരിക്ക മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ജീരകവും ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. കുരുമുളക് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ഞാൻ കറിയിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമല്ലോ എന്ന് വിചാരിച്ച് വേഗം കറിയൊക്കെ അവിടെ ആവുന്ന ആ ഒരു ടൈമിൽ നമ്മളിതേ തേങ്ങയും കൂടി അരച്ചെടുത്തു കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ അതേ നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ചപ്പാത്തിയും അതുപോലെ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചപ്പാത്തിയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചിക്കൻ കറിയും കൂടെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഏട്ടനത് കൂട്ടി കഴിക്കില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാനും അപ്പൂസൊക്കെ പിന്നെ ചിക്കൻ കറിയും ചപ്പാത്തിയും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് ചിക്കൻ കറി ചോറിന് കൂട്ടുന്നതിനേക്കാളും ഇഷ്ടം ഇതുപോലെ ചപ്പാത്തിക്ക്, നൂൽപുട്ടിന് അങ്ങനെയുള്ളതിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം കേട്ടോ. അല്ലാതെ ചോറിൻ്റെ കൂടെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കൊണ്ടുവരുന്ന അന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ചിക്കൻ കറി അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്ന് നമ്മുടെ കറിയൊക്കെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി. പിന്നെ ഒരുപാട് വെള്ളം കറിയിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ അരയ്ക്കുന്ന ആ ഒരു ടൈമിൽ തൈര് കൂട്ടിയിട്ടാണ് തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നത്. കഷ്ണം മാത്രം വേവാനുള്ള വെള്ളവും വെച്ചു. അതുപോലെ തേങ്ങയിൽ വെള്ളം ഒഴിക്കുന്നതിന് പകരം തൈര് ഒഴിച്ചിട്ട് അത് അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള മോരുകറി കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇവിടെ ഉണ്ടായിരുന്ന കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും ഉലുവയും കടുകും കൂടെ വറുത്തിട്ടിട്ട് അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളതേ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കറിപ്പരിപാടികളും ഉപ്പേരി പരിപാടികളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ചോറ് വെക്കാനാവുമ്പോഴേക്ക് പിന്നെ ചോറ് നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ. ചോറാണ് ഉണ്ടാക്കണത് വെച്ചാൽ ബാക്കിയുള്ള കറിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ, ഓരോ പാത്രം എടുക്കൽ, വെള്ളാവൽ അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതേ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കറികളും ഒക്കെ ഒന്ന് പാത്രത്തിൽ നിന്ന് മാറ്റിയൊക്കെ വെച്ചിട്ട് അതും കൂടെയൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നെല്ലിക്ക കൊണ്ടുവന്നത്. അപ്പോൾ ആ നെല്ലിക്ക ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ. ഇത് ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശർക്കരയും വെച്ചിട്ട് നമ്മൾ ലേഹ്യം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും എന്ന് പറയും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതുവരെ എന്നെ വീഡിയോ കണ്ട് ഇത്രയും നേരം നിന്നിട്ടുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റ ബൈ, സീ യു.